ഹലോ ഗൈസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് 3 വിശുദ്ധർ ജീവിച്ചിരുന്ന ഒരു വീടിൻ്റെ മുന്നിലാണ്. വളരെ ബ്ലെസ്സിങ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അതായത് ആ വീടും ആ വീടിൻ്റെ മുറ്റവുമാണ് ഈ കാണുന്നത്. അതായത് ഈ 3 വിശുദ്ധർ ആരെന്നറിയണ്ടേ? പരിശുദ്ധ മറിയവും മറിയത്തിൻ്റെ മാതാപിതാക്കളായ വിശുദ്ധ അന്നയും വിശുദ്ധ യോവാക്കീമും ജീവിച്ചിരുന്ന സ്ഥലമാണിത്. നമ്മൾ ഇതിനകത്തോട്ട് കയറി വരുമ്പോൾ തന്നെ ആ എൻട്രൻസിൽ തന്നെ ഈ സ്ഥലത്തിൻ്റെയും ഈ വീടിൻ്റെയും ഈ വീടിനകത്തുള്ള സാധനങ്ങളുടെയും ഒരു എൻറ്റയർ ഹിസ്റ്ററി ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 ലാംഗ്വേജിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതായത് ഫ്രഞ്ചിലും ഇംഗ്ലീഷിലുമാണ് കൊടുത്തിരിക്കുന്നത്. ഈ സ്ഥലത്തിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ബെത്സൈദ പൂളും. അപ്പോൾ ആ ബെത്സൈദ കുളത്തിൻ്റെ ഡീറ്റെയിൽസും ഇതിനോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫുൾ ഹിസ്റ്ററി ഇവിടെ കൊടുത്തിട്ടുണ്ട്. 12-ാം നൂറ്റാണ്ടിലാണ് ഈ വീട് പിന്നീട് ഒരു ദേവാലയമായി മാറിയത്. ഈ ദേവാലയം ഇപ്പോൾ വിശുദ്ധ അന്നയുടെ നാമധേയത്തിലുള്ള ഒരു ദേവാലയമാണ്. സെയിൻറ്റ് ആൻ ചർച്ച് എന്നാണ് ഈ ദേവാലയത്തിൻ്റെ പേര്. ഈ ദേവാലയം പരിശുദ്ധ മറിയത്തിൻ്റെ മാതാപിതാക്കൾക്കായി സമർപ്പിച്ചിരിക്കുന്നു. നമുക്കിനി ആ വീടിനുള്ളിലേക്ക് പോകാം. വീടെന്ന് പറയാൻ പറ്റില്ല, ആക്ച്വലി ഇപ്പോൾ ഇതൊരു ദേവാലയമാക്കി മാറ്റിയിരിക്കുകയാണ്. പക്ഷേ എങ്കിലും ആ ദേവാലയത്തിനുള്ളിൽ തന്നെ ആ പഴയ വീടിൻ്റെ കുറച്ച് പോർഷൻസ് ഉണ്ട്. നമുക്കതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. എത്ര ഭംഗിയുള്ള സ്ഥലമാണ് അല്ലേ? നമ്മുടെ പരിശുദ്ധ അമ്മ ജീവിച്ച വീടാണിത്. എത്ര സന്തോഷമാണെന്നറിയാം ഇത് കാണാൻ സാധിച്ചതിൽ. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണിത്. നമുക്കിതിനകത്തേക്ക് കയറാം. ഒരുപാട് ആൾക്കാർ വന്ന് വിസിറ്റ് ചെയ്യുന്നൊരു സ്ഥലമാണിത്. വിസിറ്റ് ചെയ്യുന്നവരാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ അവരുടെ പ്രെയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഈ ദേവാലയത്തിൻ്റെ ഡൗൺ സ്റ്റേഴ്സിലാണ് നിൽക്കുന്നത്. ഈ ഡൗൺ സ്റ്റേഴ്സിലാണ് ആ മറിയം ജനിച്ച ആ വീടും ആ വീടിൻ്റെ റൂമിൻ്റെ ഭാഗങ്ങളും ഒക്കെ ആ പഴയ തനിമയോടുകൂടി നിലനിൽക്കുന്നത്. ഈ റൂമിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ വളരെ മനോഹരമായിട്ടൊരു ബലിപീഠവും ഒരുക്കിയിട്ടിട്ടുണ്ട്. ഇവിടെ മാസത്തിൽ 2 കുർബാനയുണ്ട്. വളരെ പീസ്ഫുള്ളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. ശാന്തമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു സൗകര്യം ഉണ്ട്. ഈ റൂമിൽ കുഞ്ഞു മറിയത്തിൻ്റെ ഓർമ്മകളുള്ള ഒരു വീടാണിത്. അതായത് കുഞ്ഞു മറിയത്തെ കുളിപ്പിക്കുന്നതും കുഞ്ഞു മറിയം ഉറങ്ങുന്നതും കുഞ്ഞു മറിയവും മാതാപിതാക്കളും മറ്റു കുടുംബാംഗങ്ങളുമായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു വാൾ പിക്ചറും ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. എത്ര ബ്യൂട്ടിഫുള്ളാണെന്ന് നോക്കണേ. ശരിക്കും ഈ സ്ഥലം എത്ര പഴക്കമുള്ളതാ. ജീസസിന് മുന്നേ ഉള്ള സ്ഥലമാണിത്. മറിയം ജനിച്ച വീടാണിത്. ആ വീടിൻ്റെ അല്ലെങ്കിൽ ആ റൂമിൻ്റെ ഭിത്തിയൊക്കെ കണ്ടില്ലേ? ശരിക്കും ആ കല്ല് തുരന്നാണ് പണ്ടത്തെ വീടുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് ഈ ദേവാലയം അതിന് മുകളിൽ പണിഞ്ഞു വെച്ചിരിക്കുന്നത്. എത്ര ബ്യൂട്ടിഫുള്ളായിട്ടാണ് അത് ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഒരു ബുക്ക് വെച്ചിട്ടുണ്ട്. നമ്മുടെ പ്രാർത്ഥന ആവശ്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഇവിടെ എഴുതി വയ്ക്കാം. ഞാനും എൻ്റെ ആവശ്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ ഇരുന്ന് സമാധാനമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാനായിട്ടുള്ളൊരു അന്തരീക്ഷമുണ്ട്. ഇവിടെ ഒരു ബെഞ്ചും ഇട്ടിട്ടുണ്ട്. നമുക്കിരുന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം. ഇതിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ ജെറുസലേം സലാദീൻ പിടിച്ചെടുത്ത സമയത്ത് ഈ ദേവാലയം പിടിച്ചെടുത്തായിരുന്നു. ഈ ദേവാലയം പിടിച്ചെടുത്തെങ്കിലും അവരിത് നശിപ്പിക്കാതെ അവരുടെ മദ്രസയാക്കി മാറ്റി എന്നാണ് പറയുന്നത്. നമ്മുടെ പരിശുദ്ധ അമ്മ ജനിച്ച വീടും വീടിൻ്റെ റൂമുകളുമാണ് നമ്മൾ കണ്ടത്. എത്ര മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എത്ര വർഷം പഴക്കമുള്ള ഒരു വീടും ആ വീടിൻ്റെ റൂമുകളുമാണ് നമ്മൾ കണ്ടത്. ഇത് അതുപോലെ തന്നെ നിലനിർത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഞാനിപ്പോൾ മുകളിൽ ദേവാലയത്തിലേക്ക് വന്നു. ഈ ദേവാലയത്തിലാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള വിശുദ്ധ അന്നയും അതുപോലെ തന്നെ കുഞ്ഞു മറിയവും ചേർന്ന് നിൽക്കുന്ന ഫുൾ മാർബിളിൽ തീർത്ത ഒരു സ്റ്റാച്ചു ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സ്റ്റാച്ചു ആണ്. ഇത്രയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.